ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടിയുള്ള യാത്രയുടെ 2ാം ദിവസമാണ്. ആദ്യത്തെ ദിവസം നമ്മൾ വിവേകിൻ്റെ വീട്ടിലാണ് ഒത്തുകൂടിയത്. 2ാം ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് നേരെ ആലപ്പുഴ പോകുന്നു. അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറി കൈനഗിരിയിലൊക്കെ പോന്നു. ഒരു ബോട്ട് യാത്രയും പിന്നെ ഏതെങ്കിലും ഒരു നല്ല ഷാപ്പിൽ പോയി അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. അതായിരുന്നു നമ്മുടെ പ്ലാൻ. രാവിലെ തന്നെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആലപ്പുഴയ്ക്ക് പോകും. ആലപ്പുഴ ഇപ്പൊ നമ്മളെന്താ കുട്ടനാട് പോവാണ്. കുട്ടനാട് നല്ല ഷാപ്പിലെ കറികൾ ടേസ്റ്റ് ചെയ്യാനും പിന്നെ ആറ്റുമുഖ ഷാപ്പിൽ പോവാണ്. അപ്പൊ നമുക്ക് അറിയത്തില്ല, ഞാൻ പോയിട്ടില്ല, ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ട് സവാരി. നമ്മൾ ആലപ്പുഴ ചെന്നിട്ട് ആലപ്പുഴ കാർ പാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറുന്നു. നേരെ കൈനഗിരി പോകുന്നു. കൈനഗിരി പോയിട്ട് കുട്ടനാട് ഷാപ്പ് ആറ്റുമുഖ ഷാപ്പിൽ പോയി നല്ല ദോശ ചമ്മന്തി കഴിക്കും. അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുന്നു. ആലപ്പുഴ ഗവൺമെന്റിന്റെ ഡബിൾ ഡെക്കർ ബോട്ട് കിട്ടിയിട്ടുണ്ട് കൈനഗിരി. കുറഞ്ഞ ചെലവിലുള്ള നല്ല അടിപൊളി യാത്രയായിരുന്നു ഈ ബോട്ട് യാത്ര. നമുക്കൊരു ഡബിൾ ഡെക്കർ ബോട്ടാണ് കിട്ടിയിട്ട് ഗവൺമെന്റിന്റെ തന്നെ, വലിയ ചാർജ് ഒന്നുമില്ല. അതിന്റെ മുകളിൽ തന്നെ നമുക്ക് ഇരിക്കാൻ സീറ്റും കിട്ടി. നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള ചില കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഒരു കാഴ്ചയായിരുന്നു ഈ പാലം. ആ പാലം പണിഞ്ഞേക്കുന്ന രീതിയും അതിന്റെ പെയിന്റിങ്ങും എല്ലാം നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. പോലെ ബോട്ടുകൾ തമ്മിലൊരു മത്സരമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ഇതുപോലെ ഡബിൾ ഡെക്കർ ബോട്ടിന്റെ മേളിൽ ഇരുന്നു ആ കായലിന്റെ കാഴ്ചകൾ മൊത്തം, ആ കായലും അതിന്റെ സൈഡിലെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോവാം. പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ വേറൊരു ബോട്ടിലായിരുന്നു കയറിയത്. കയറി കഴിഞ്ഞപ്പോഴത്തേന് ഒരാൾ വരാഴ്ച ലേറ്റ് ആയപ്പോഴത്തേന് പിന്നെ അടുത്ത ബോട്ടിൽ പോകാമെന്ന് കരുതിയാണ് ഈ രണ്ടാമത് ഈ ഡബിൾ ഡെക്കർ ബോട്ട് കിട്ടിയത്. ആദ്യം പോയത് അങ്ങനത്തെ ബോട്ടല്ലായിരുന്നു. നമ്മൾ പുഞ്ചിരി ബോട്ട് കെട്ടി ചെയ്തിരിക്കുന്നു. പുഞ്ചിരി ബോട്ട് കെട്ടി. ഓരോരോ ബോട്ട് കെട്ടിക്ക് ഓരോരോ പേരെന്ന് പറഞ്ഞാൽ വെറും പേരല്ല, നല്ല വെറൈറ്റി പേരുകൾ. ചെഗുവര ബോട്ട് കെട്ടി, പുഞ്ചിരി ബോട്ട് കെട്ടി, ഇങ്ങനെ പല വിധത്തിലുള്ള ബോട്ട് കെട്ടികൾ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ്. അങ്ങനെ നമ്മൾ ആറ്റിക്കൂടെയും കായലിക്കൂടെയും എല്ലാം ഇങ്ങനെ പോയി അവസാനം നമ്മുടെ വേമ്പനാട്ടുകായലിൻ്റെ വട്ടക്കായൽ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ഭാഗത്ത് എത്തിച്ചേർന്നു. പരപരാന്ന് കിടക്കുന്ന വട്ടക്കായൽ, അതിലേക്കൂടെ ഒരു റൗണ്ട് ചുറ്റി പിന്നെയാണ് നമ്മൾ കൈനഗിരിക്ക് വെച്ച് പിടിച്ചത്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ചിലരുടെ ജീവിതങ്ങളെ കാണാൻ പറ്റും കേട്ടോ. അവർക്ക് ഈ ബോട്ടും ഈ വള്ളവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ആശ്രയം. ദൈവം സ്നേഹമാകുന്നു. കഴിവുള്ളൊരു കലാകാരന്റെ ചിത്രമാണ് അത്. ഫോട്ടോ എടുത്തേക്കുവാണോ? വരച്ചേക്കുമല്ലേ എടാ വിവേക? അത് വരച്ചേക്കുവാണോ? അങ്ങനെ നമ്മൾ കൈനഗിരി എത്തിയിരിക്കുന്നു. ലാസ്റ്റ് സ്റ്റോപ്പ് കൈനഗിരി സ്റ്റോപ്പ്. ഇനി നമ്മൾ ബോട്ട് പോകും. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റുമുഖ ഷാപ്പിലാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്. ഐറ്റംസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിയണം. നമ്മുടെ യാത്രയിലെ മറ്റൊരു സുന്ദരമായ നിമിഷമായിരുന്നു ഈ ആറ്റുമുഖ ഷാപ്പിലെ ഫുഡ് കഴിപ്പും കാര്യങ്ങളൊക്കെ. അത് ഫുഡ് കഴിക്കുന്നുണ്ടുള്ള സന്തോഷമല്ല, മറിച്ച് ഈ എല്ലാവരും കൂടി ഇരുന്ന് നമ്മളിങ്ങനെ നമ്മുടെ ഈ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുപാട് നാളിന് ശേഷം ഇങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയൊരു യാത്രയുണ്ടല്ലോ, അതിന് ഇങ്ങനെ എന്ത് കിട്ടിയാലും നമുക്ക് ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സുന്ദര നിമിഷത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഓർഡർ ചെയ്തെങ്കിലും ഇവരുടെ എല്ലാവരുടെയും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റിയതാണ് നമുക്കത് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. നീരാളിയാണ്, കൈയൊന്നുമില്ല, അപ്പെടുത്താണ് കപ്പയാണ്. ഇങ്ങനെ കുഴച്ച് കണ്ട ഒരു പോർക്കിന്റെ പീസ്. തലയുടെ ചിരി എടുത്ത് കണ്ണല്ലേടാ, കരിമീൻ്റെ ശാല, മുന്തിരിക്കള്ള് നമ്മളെ കയ്യിൽ മുന്തിരിക്കള്ള്. അപ്പൊ ഇതെല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആദ്യം ഇച്ചിരി മുന്തിരിക്കള്ള് കുടിക്കണം. കുടിച്ചിട്ടാണ് ഇതെല്ലാം കൂടെ. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചേ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഇച്ചിരി കൂടെ നടക്കും. ഇങ്ങോട്ടൊരു ബോട്ട് കെട്ടിയുണ്ട്, അവിടെ നമുക്ക് ആലപ്പുഴക്കുള്ള ബോട്ട് വരും. ഇനി അതിൽ കയറി. അപ്പം ഞങ്ങളുടെ മറക്കാനാവാത്തൊരു അടിപൊളി യാത്രയായിരുന്നു ഈ ആലപ്പുഴ യാത്ര. അപ്പം നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്കൊന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ടാറ്റ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.